സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കോക്കനട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 1/2 കപ്പ് ഒന്നാം പാല്, 1 കപ്പ് രണ്ടാം പാല്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്, 1 ടീസ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ നെയ്യ്, നെയ്യ് ഇഷ്ടമാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുക്കാവുന്നതാണ്. മധുരം കൂടുതലായി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര എടുക്കാം. ഇനി ഇതെല്ലാം മാറ്റിവെച്ച് ഓരോന്നായി ചെയ്തെടുക്കാം. ആദ്യം പാനിലിട്ട് അരിപ്പൊടി വറുത്തെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം പാലും പഞ്ചസാരയും എല്ലാം ഇട്ട് നമുക്ക് തയ്യാറാക്കാം. ഗീ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓയിൽ എടുക്കാവുന്നതാണ്. ഗീ ആണ് സ്വാദ് കൂടുതൽ. ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ പാൻ വെച്ച് പാനിലേക്ക് 1 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. ശ്രദ്ധിച്ച് ഇളക്കണം. എവിടെയെങ്കിലും ചെറുതായി കരിഞ്ഞു പോയാൽ കസ്റ്റേർഡിൻ്റെ സ്വാദ് മൊത്തം മാറും. ഇത് ഒന്ന് ചെറുതായി കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ചേർക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം കുറവാണ് വേണ്ടതെങ്കിൽ ഇത്ര പഞ്ചസാര എടുക്കേണ്ടതില്ല. കൂടുതൽ വേണമെങ്കിൽ ഇതിലും കുറച്ചുകൂടി എടുത്ത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇത് ഇടിയപ്പം, വെള്ളയപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. തിളച്ച് വരുമ്പോൾ തന്നെ ഓഫാക്കാം. 1 നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് പഴയ കാലങ്ങളിലുള്ള ഒരു റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഒരു കസ്റ്റേർഡാണ്. ഇത് മുതിർന്നവരും ഇഷ്ടപ്പെടും. ഇനി ഞാൻ ആവിയിൽ ചുട്ട ഒരു അപ്പം കാണിച്ചു തരാം. ഇത് വെള്ളയപ്പത്തിൻ്റെ കൂട്ടാണ്. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു മുത്തശ്ശി പറഞ്ഞു തന്നതാണ് ഈ 2 വിഭവം.
ഇത് ഉണ്ടാക്കിയപ്പോൾ മോശമില്ലല്ലോ എന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാം എന്ന് കരുതി. കഴിക്കാൻ മോശമൊന്നുമില്ല. ആ വെള്ളയപ്പ കൂട്ടെടുത്ത് തുണി വിരിച്ച് അതിൻ്റെ മുകളിൽ ഒഴിച്ച് ആവിയിൽ ചുട്ടെടുക്കാം. മാവ് ഒഴിച്ച ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ച് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെച്ച് ഇങ്ങനെ ആവിയിൽ ചുട്ടെടുക്കാം. ഇനി ഒന്ന് മൂടി വയ്ക്കാം. അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഇത് റെഡിയായി. കസ്റ്റേർഡിൻ്റെ മുകളിൽ ബദാം വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇത് ആവിയിൽ ചുട്ടെടുത്ത വെള്ളയപ്പമാണ്. ഇത് കല്ലിൽ ചുട്ടെടുത്ത വെള്ളയപ്പമാണ്. രണ്ടും ഈ കസ്റ്റേർഡ് കൂട്ടി കഴിക്കാൻ നല്ല സ്വാദാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.